ജോർജിയയുടെ ബഡ്ജറ്റിൽ നമുക്ക് യൂറോപ്പിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെ യൂറോപ്പിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ യൂറോപ്പിൽ സാലറി കിട്ടുമെന്ന് അറിയോ? ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ രാജ്യമായിട്ടുള്ള ബൾഗേറിയയിലുള്ള പ്ലവൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, പ്ലവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് ഈ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്ലിനിക്കൽസ് എങ്ങനെയുണ്ട്, ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്, എക്സാംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ലീവുകളൊക്കെ എങ്ങനെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൾഗേറിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ സാലറി കിട്ടും, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് പോവുക, US-ലേക്ക് എങ്ങനെയാണ് പോവുക, അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലവൻ ശരിക്കും ബൾഗേറിയയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ പ്ലവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ബൾഗേറിയയിൽ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമുക്ക് നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ പ്ലവനിൽ അത് പറ്റുമോ? അപ്പൊ അതും കൂടെ നമ്മൾ മുന്നോട്ടേക്ക് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മൾ പ്ലവനിലെ നഴ്സിംഗിലേക്ക് പോകുന്നതിന് മുന്നേ ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള നോക്കണം. അപ്പൊ ശരിക്ക് ബൾഗേറിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കനുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ നാറ്റോയിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറയണ്ടേ? ശരിക്കും യൂറോപ്യൻ യൂണിയനിൽ നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ രാജ്യത്തേക്ക് പോകുന്ന സമയത്തും അതിന്റെ റിക്കഗ്നൈസേഷൻ പ്രോസസ് ഉണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ സ്വീഡനിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ നഴ്സിംഗ് റിക്കഗ്നൈസേഷൻ പ്രോസസ് ഉണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ജോർജിയ എന്നൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ റിക്കഗ്നൈസേഷൻ പ്രോസസ് കുറച്ച് ടഫായിരിക്കും. ജോർജിയ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കാരണം ECTS ആയതുകൊണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊരു ടഫായിരിക്കും യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലുള്ള രാജ്യങ്ങൾ EU ഡയറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് വെച്ചുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാ കോഴ്സുകളും EU ഡയറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലവനിലെ നഴ്സിംഗും അതുപോലെ തന്നെ സോഫിയയിലെ നഴ്സിംഗ് എല്ലാം ഈ EU ഡയറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ റിക്കഗ്നൈസേഷൻ പ്രോസസ്സ് എളുപ്പമായിരിക്കും എന്നുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാലും നമ്മൾ ആ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ആ രാജ്യങ്ങളിലെ ഭാഷയും കാര്യങ്ങളൊക്കെ വേണം. അത് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ കരിയർ ഓപ്ഷൻസ് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു EU കൺട്രിയിൽ പഠിച്ചാൽ. ഇത് ബൾഗേറിയന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ബൾഗേറിയ ഒരു ഷെങ്കൻ രാജ്യമാണ്. ഷെങ്കൻ രാജ്യത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചുള്ള ബെനിഫിറ്റ് എന്താണ്? ശരിക്ക് ഷെങ്കൻ രാജ്യത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഷെങ്കൻ സ്റ്റുഡന്റ് വിസയാണ്, ഷെങ്കൻ വിസയാണ്. ഈ ഷെങ്കൻ വിസ വെച്ചിട്ട് ഷെങ്കൻ റീജിയനിലുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിസ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 29 രാജ്യങ്ങളാണ് ഷെങ്കൻ റീജിയനിലുള്ളത്. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള അയർലൻഡും അതേപോലെ തന്നെ സൈപ്രസ് ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഷെങ്കനിലുണ്ട്. അതല്ലാതെ സ്വിറ്റ്സർലാൻഡ്, ലിറ്റിൻസ്റ്റൺ, നോർവേ, ഐസ്ലാൻഡ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഓരോ വർഷവും രണ്ട് മാസം 3 മാസമൊക്കെ വെക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ വെക്കേഷന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിറ്റ്സർലാൻഡിലും അതേപോലെ തന്നെ നോർവേയിലും ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ട്രാവൽ ചെയ്ത് ആ രാജ്യങ്ങൾ കാണാനും ആ രാജ്യങ്ങളിലെ നഴ്സിംഗ് എങ്ങനെയാണ്, അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആ രാജ്യങ്ങളിൽ ഈ സമയത്ത് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് ബൾഗേറിയയിൽ പഠിക്കുന്നതിന്റെ സെക്കൻഡ് ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയ ഒരു നാറ്റോ കൺട്രിയാണ്. നാറ്റോ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ രാജ്യത്ത് നമ്മുടെ കുട്ടികൾ സേഫ് ആയിരിക്കും. കാരണം നാറ്റോയിൽ 32 രാജ്യങ്ങളുണ്ട്. ഈ 32 രാജ്യങ്ങൾക്ക് ഒരു കലക്റ്റീവ് ഡിഫൻസ് ആണ്. അതായത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ എപ്പോഴും ആ രാജ്യത്ത് സേഫ് ആയിരിക്കും. അപ്പൊ ഇതല്ലാതെ ബൾഗേറിയയിൽ കിട്ടുന്ന സാലറി ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ മുന്നോട്ടേക്ക് 1 by 1 ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയാം. ബൾഗേറിയയുടെ ക്യാപിറ്റൽ ശരിക്കും സോഫിയയാണ്. പ്ലവൻ ഒരു ചെറിയ സിറ്റിയാണ്, അത്ര വലിയ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റി ഒന്നുമല്ല. സാധാരണ കേരളത്തിൽ കുട്ടികൾ പോകുന്ന സമയത്ത് ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലുള്ള ഇസ്താംബുളിലേക്കോ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സോഫിയയിലേക്ക് വരികയാണ് ചെയ്യുക. സോഫിയ എന്ന ട്രെയിനിലോ ബസ്സിലോ ടാക്സിയിലോ ആണ് പ്ലവനിലേക്ക് പോകാറുള്ളത്. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ദൂരമുള്ളതുകൊണ്ട് തന്നെ ട്രെയിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പോയ അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കാനേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്ത് വെക്കാം. നമ്മൾ സോഫിയന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സോഫിയയിൽ ശരിക്കും നമുക്ക് മെട്രോ ഉണ്ട്, ട്രാം ഉണ്ട്, ബസ് ഉണ്ട്. ഈ 3 ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഉണ്ട്. എന്നാൽ പ്ലവനിലേക്ക് എത്തുന്ന സമയത്ത് പ്ലവനിൽ ബസ് മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് കുട്ടികൾ ഉപയോഗിക്കാറുള്ളത്. അതിന് ബസ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗത്ത് പറയാം. ഇനി നമ്മൾ പ്ലവൻ യൂണിവേഴ്സിറ്റിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് ആ സെമസ്റ്ററിനേക്കുള്ള കംപ്ലീറ്റ് സ്കെഡ്യൂൾ കിട്ടും. ഇപ്പോൾ സോഫിയയിലൊക്കെ ആണെങ്കിൽ ഈ സ്കെഡ്യൂൾ നോക്കിയിട്ടാണ് കുട്ടികൾ പാർട്ട് ടൈം ഒക്കെ പ്ലാൻ ചെയ്യുക.
പ്ലവനിൽ പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പറയാം. ഓരോ സെമസ്റ്ററിലും സബ്ജക്റ്റിന്റെ എക്സാംസ് വരെ 16ാമത്തെ വീക്കാണ്. അതായത് അത്രയും സമയമാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ ശരിക്കും ലെക്ചർ ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ടാവും. ലെക്ചർ ക്ലാസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 2 ലീവ് വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ക്ലാസ് ആണെങ്കിൽ 100% അറ്റൻഡൻസ് വേണം. ഏതെങ്കിലും മെഡിക്കൽ എമർജൻസി കൊണ്ട് നമ്മൾ എന്തെങ്കിലും ലീവ് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രൊഫസറെ കണ്ട് റിക്കവർ ചെയ്തെടുക്കണം. ഇപ്പൊ കുറച്ച് അധികം പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ലീവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ റിക്കവറി പോലും കിട്ടൂല, നമ്മൾ ഇയർ ബാക്ക് ആവും. അതുകൊണ്ട് ക്ലാസ്സുകൾ പ്ലവനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസ്സുകൾ നമ്മൾ മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യണം. ശരിക്ക് പ്ലവൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബൾഗേറിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ കൊല്ലം ഏകദേശം 100ഓളം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് പ്ലവനിൽ അഡ്മിഷൻ എടുത്തത്. നഴ്സിംഗിന് കഴിഞ്ഞ വർഷം ഏകദേശം 8 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഏകദേശം 6 കുട്ടികളാണ് നഴ്സിംഗിനുള്ളത്. കാരണം നഴ്സിംഗിന് പോകുന്ന കുട്ടികൾ കുറവാണ്. പാർട്ട് ടൈമിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് മെയിൻ ആയിട്ട്. ഇനി നമ്മൾ പ്ലവനിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ നോക്കുന്ന സമയത്ത് നമ്മൾ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞ സബ്ജക്റ്റുകളുണ്ടല്ലോ, ഓൾമോസ്റ്റ് സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ്. പ്ലവൻ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് ECTS സിസ്റ്റം തന്നെയാണ്. ECTS എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റുകൾ ഉണ്ടാവും. അതായത് അനാട്ടമി എന്ന് പറയുന്നത് ഇപ്പൊ 8 ക്രെഡിറ്റ് ആണെന്നിരിക്കാം, ഫിസിയോളജി 10 ക്രെഡിറ്റ് ആണെന്നിരിക്കാം. അതായത് അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ 8 ക്രെഡിറ്റ് കിട്ടും. ഫിസിയോളജി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ 10 ക്രെഡിറ്റ് കിട്ടും. അതായത് അനാട്ടമിയിൽ മാർക്ക് കുറഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ കുറച്ച് ക്രെഡിറ്റ് കിട്ടും, മാർക്ക് കൂടുതൽ പാസ്സായി കഴിഞ്ഞാൽ കൂടുതൽ ക്രെഡിറ്റ് കിട്ടും. അങ്ങനെയൊന്നുമില്ല, ആ ജസ്റ്റ് ആ സബ്ജക്ട് പാസ്സായി കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് കിട്ടും. ഇങ്ങനെ ഒരു സെമസ്റ്ററിൽ 30 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക, ഒരു ഇയറിൽ 60 ക്രെഡിറ്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഓരോ ഇയറിലും ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട്, കുട്ടികൾക്ക് എത്രമാത്രം പഠിക്കാനുള്ള എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. 240 ക്രെഡിറ്റ് ആണ് ടോട്ടൽ ഉണ്ടാവുക. ശരിക്കും യൂറോപ്യൻ യൂണിയന്റെ റിക്വയർമെന്റ് പ്രകാരം 150 to 240 ക്രെഡിറ്റ് വേണം BSc നഴ്സിംഗ് അംഗീകരിക്കണമെങ്കിൽ. അതായത് 3 to 4 ഇയേഴ്സ് വേണം. അതിന്റെ ഒരു പെർഫെക്റ്റ് വേർഷൻ തന്നെയാണ് ബൾഗേറിയ. അതായത് 240 ക്രെഡിറ്റോടെ 4 വർഷത്തെ കോഴ്സാണ് നഴ്സിംഗ്. ബൾഗേറിയയിൽ എല്ലാവർക്കും സെയിം സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ എത്തുമ്പോൾ അനാട്ടമി ഉണ്ടാവും, ഫിസിയോളജി ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു നഴ്സിംഗ് ഫൗണ്ടേഷൻ ഉണ്ടാവും, പ്രാക്ടിക്കൽ ബേസിസ് ഓഫ് നഴ്സിംഗ് കെയർ, ലാറ്റിൻ ലാംഗ്വേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവും. ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, നഴ്സിംഗ് കെയർ ഫോർ ദ പേഷ്യൻസ് വിത്ത് സെമാറ്റിക് ഡിസീസസ്, ഹെൽത്ത് പ്രൊമോഷൻ, ഇൻഫോർമാറ്റിക്സ്, ഫോറിൻ ലാംഗ്വേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെയാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് ഇയറിൽ അതായത് തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഇന്റേണൽ ഡിസീസസ്, സർജറി, നഴ്സിംഗ് കെയർ ഫോർ പേഷ്യൻസ് വിത്ത് സർജിക്കൽ ഡിസീസസ്, പീഡിയാട്രിക്സ്, ഫാർമക്കോളജി ഇതുപോലുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇനി ഫോർത്ത് സെമസ്റ്ററിൽ എത്തുന്ന സമയത്ത് ഒബ്സ്റ്ററ്റിക്സ്, ഗൈനക്കോളജി, അനസ്തേഷ്യോളജി, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇൻഫെക്ഷ്യസ് കെയർ, ഇന്റൻസീവ് കെയർ, പാത്തോളജി, സോഷ്യൽ മെഡിസിൻ, നഴ്സിംഗ് കെയർ ഫോർ യങ് മദേഴ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസ്. ഇനി ഫിഫ്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും നെർവസ് ഡിസീസസ് വിത്ത് സൈക്കാട്രി, ഇൻഫെക്ഷൻ ഡിസീസസ്, നഴ്സിംഗ് കെയർ ഫോർ ദ പേഷ്യൻസ് വിത്ത് മെന്റൽ ഡിസോർഡർ, പീഡിയാട്രിക് നഴ്സിംഗ്, നഴ്സിംഗ് കെയർ ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇനി സിക്സ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ലെജിസ്ലേഷൻ, നഴ്സിംഗ് മാനേജ്മെന്റ്, നഴ്സിംഗ് കെയർ ഫോർ ദ പേഷ്യൻസ് വിത്ത് ക്രോണിക് ഡിസീസസ്, ഹോം നഴ്സിംഗ് കെയർ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സെവൻത് എയ്ത്ത് സെമസ്റ്റർ കംപ്ലീറ്റ്ലി പ്രീ ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് ആണ്. നമുക്ക് നഴ്സിംഗിൽ പഠിക്കാനുള്ള നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളിലേക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടാവും. അതായത് സർജറി, പീഡിയാട്രിക്സ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ന്യൂറോളജി, സൈക്കാട്രി, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇന്റൻസീവ് കെയർ, ഓങ്കോളജി, ജെറിയാറ്റിക്സ് ഇതുപോലുള്ള ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. അതിന് നമ്മൾ കംപ്ലീറ്റ് നഴ്സിംഗ് പ്രൊസീജിയറും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. പ്ലവനിൽ ശരിക്ക് 2355 മണിക്കൂർ തിയറി ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ 3274 മണിക്കൂർ പ്രാക്ടിക്കൽ ക്ലാസ്സുകളുണ്ട്. അതായത് 1ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം വരെയുള്ള പ്രാക്ടിക്കൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 7ഉം 8ഉം കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ് അല്ലേ. ആ സമയത്ത് ഏകദേശം 1600 മണിക്കൂർ നമുക്ക് ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയുടെ റിക്വയർമെന്റിന്റെ അത്ര തന്നെ ക്ലിനിക്കൽസും അതേപോലെ തന്നെ തിയറിയും എല്ലാം നമുക്ക് ബൾഗേറിയയിലും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ക്ലിനിക്കൽസ് നോക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് യൂറോപ്പിൽ നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കൽസ് ഉണ്ടാവില്ല, പ്രാക്ടിക്കൽസ് ഉണ്ടാവില്ല എന്നൊക്കെ. കാരണം പേഷ്യൻസിനെ തൊടാൻ പറ്റില്ല, തൊട്ടിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ കേട്ടേക്കുന്ന പോലെ അല്ല ശരിക്കും ബൾഗേറിയയിൽ. നമ്മൾ നഴ്സിംഗിന്റെ സമയത്ത് ആദ്യം നമുക്ക് സ്കിൽ ലാബ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ IV അല്ലെങ്കിൽ കെന്യുലേഷൻ, അതായത് നമ്മൾ ഡ്രിപ്പ് ഇടുന്നില്ലേ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മാനിക്കലിൽ പ്ലാസ്റ്റിക് മാനിക്കലിൽ ചെയ്ത് പഠിക്കും സ്കിൽ ലാബ് എന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയറക്റ്റ് പേഷ്യൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പ്രഷർ നോക്കുന്നതാണെങ്കിലും ശരി, പിന്നെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണെങ്കിലും ശരി, ഇതെല്ലാം ഡയറക്റ്റ് പേഷ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മാനിക്കുലിലും ഈ ഒരു പ്ലാസ്റ്റിക് ബോഡിയിലൊന്നും അല്ല, കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ്ലി പേഷ്യൻസിൽ തന്നെ ഡയറക്റ്റ് തന്നെയാണ് നമുക്ക് എല്ലാ ക്ലിനിക്കൽസിനും ബൾഗേറിയയിൽ ചെയ്യുന്നത്. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ബൾഗേറിയയിൽ ശരിക്കും നഴ്സുമാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പർ നഴ്സിംഗ് പ്രൊസീജിയർ അറിയാം, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നഴ്സായിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അസിസ്റ്റന്റ്
പ്രാക്ടിക്കൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പാർട്ട് ടൈമിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. പാർട്ട് ടൈം ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ പ്രാക്ടിക്കൽസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ ശരിക്കും നമുക്ക് ചെറിയ പ്രാക്ടിക്കൽസ്, അതായത് വന്ന പാടത്ത് നമുക്ക് സ്കിൽ ലാബിൽ കുറെ ഈ CPR പോലുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ ഹിസ്റ്ററി ടേക്കിംഗ്, വൈറ്റൽ കളക്ഷൻസ്, ഹൈജീൻ കെയർ, പേഷ്യന്റ് പൊസിഷനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാർഡുകളിലേക്കൊക്കെയുള്ള പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇന്റേണൽ മെഡിസിനും തെറാപ്യൂട്ടിക്സ് പോലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. തേർഡ് സെമസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്റേണൽ മെഡിസിനും സർജിക്കൽ വാർഡുകളും അതുപോലെ തന്നെ പീഡിയാട്രിക് വാർഡുകളിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടാവും. ഫോർത്ത് സെമസ്റ്ററിൽ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ഇന്റൻസീവ് കെയർ, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ളവളൊക്കെ ക്ലിനിക്കൽസ് ഉണ്ടാവും. പിന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും സൈക്കാട്രി, ഇൻഫെക്ഷസ് ഡിസീസസ്, പീഡിയാട്രിക്സ് ഇതുപോലുള്ളതായിരിക്കും ഉണ്ടാവുക. പിന്നെ സിക്സ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മെഡിസിന്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, ഹോം കെയർ നഴ്സിംഗ്, ക്രോണറ്റിക് ഡിസീസസ് മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ സെവൻത്തും എയ്ത്തും കംപ്ലീറ്റ് ഇന്റേൺഷിപ്പ് ആണ്. ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. ഇനിയിപ്പോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് CPR, IV, കെന്നുലേഷന്, ലംബാർ പഞ്ചർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സ്കിൽ ലാബ് എന്ന് പഠിക്കാൻ പറ്റും. അതായത് CPR ചെയ്യുന്നതും അതുപോലെ തന്നെ ഡ്രിപ്പ് ഇടുന്നതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്കിൽ ലാബ് എന്ന് പഠിക്കാൻ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്കൊക്കെ എത്തുമ്പോഴേക്കും 3-4 ആഴ്ച നമുക്ക് കിൻഡർ ഗാർഡനിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. അതായത് കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചെറിയ സ്കൂളുകളിൽ അവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കുട്ടികളായിട്ട് നിൽക്കുക, കുട്ടികളെ കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ, അതായത് കെയർ ഹോമിൽ ഉണ്ടാവും. കെയർ ഹോമിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഭൂരിഭാഗം നഴ്സുകളും വർക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കെയർ ഹോമിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കെയർ ഹോമിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് നഴ്സിംഗിന്റെ ഒരു മെയിൻ പാർട്ടാണ് യൂറോപ്പിലുള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര ഒരു പ്രയോറിറ്റി അതിനില്ലെങ്കിലും യൂറോപ്പിൽ അത് ഭയങ്കര പ്രയോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നമുക്ക് കെയർ ഹോമിലുള്ള പോസ്റ്റിംഗ് ഉണ്ടാവും. കെയർ ഹോമിൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയർ ഒക്കെ ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് സ്കിൽ ലാബ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഈ ബെഡ് മേക്കിങ്ങും അതുപോലെ പേഷ്യന്റ് പൊസിഷനിങ്ങും ആ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പഠിപ്പിച്ചു തരും. ആഴ്ചയിൽ ശരിക്കും 2 ദിവസം 5 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽസ് ഉണ്ടാവും. ഇതിൽ 3 മണിക്കൂർ നമ്മൾ പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് അവരുടെ ഹിസ്റ്ററിയും വൈറ്റൽസ് കളക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 മണിക്കൂർ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി എക്സാംസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ക്ലിനിക്കൽസിന്റെ എക്സാം സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടാവുക. ഈ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നമ്മൾ ഓരോ സമയത്തും ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകല്ലോ, ഈ സമയത്ത് ഹോസ്പിറ്റൽ എക്സാംസ് ഉണ്ടാവും. അത് റിട്ടേൺ എക്സാം ആയിരിക്കും. പക്ഷെ അത് അതിന്റെ മാർക്കൊന്നും എടുത്തിട്ട് ഫൈനൽ സെമസ്റ്ററിന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ എക്സാംസ് നടത്തും. ഇനി സെം എക്സാം നോക്കുന്ന സമയത്ത് സെമസ്റ്റർ എക്സാം, റിട്ടേൺ എക്സാം ഉണ്ട്, ഓറൽ എക്സാം ഉണ്ട്. ഇത് 6 മാർക്കിലാണ് ഉണ്ടാവുക. 6 മാർക്കിൽ 3 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ പാസ് ആവുക. പിന്നെ അതുപോലെ നമുക്ക് അറ്റൻഡൻസ് കുറവുണ്ടെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് തിയറിക്ക് മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 ആബ്സെൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. 2-ലും 3 കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. പ്രാക്ടിക്കലിന് 100% അറ്റൻഡൻസ് വേണം. ഇങ്ങനെ അറ്റൻഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ മിഡ് ടേം എക്സാം ഉണ്ട്. മിഡ് ടേം 40 മാർക്കിലാണ് ഉണ്ടാവുക. മിഡ് ടേമിന്റെയും ഫൈനലിന്റെയും കൂട്ടിയിട്ട് ഇൻ കേസ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് മാക്സിമം 2 സബ്ജക്റ്റുകൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ അനാട്ടമി ഫിസിയോളജി ഫെയിൽ ആയി, അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് ആവും. അതല്ല 2 സബ്ജക്റ്റ് മാത്രമാണെങ്കിൽ ആ 2 സബ്ജക്റ്റ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോയി സെക്കൻഡ് ഇയറിന് എഴുതി എടുത്താൽ മതിയാവും. അത് സെക്കൻഡ് ഇയറിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അത് മാക്സിമം 2 സബ്ജക്റ്റ് ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വെക്കേഷൻ നോക്കുന്ന സമയത്ത് ഓരോ വർഷവും 2 മാസം വെക്കേഷൻ ഉണ്ടാവും. അതായത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓരോ സെമസ്റ്ററിന്റെയും ഇടയിൽ ഏകദേശം ഒരു 1/2 മാസമൊക്കെ മാക്സിമം 15 ദിവസമൊക്കെ മാക്സിമം നമുക്ക് ലീവ് ഉണ്ടാവും. പ്ലവൻ യൂണിവേഴ്സിറ്റിന്റെ ഫീസ് നോക്കുന്ന സമയത്ത് 3500 യൂറോ ആണ് പ്ലവന്റെ ഒരു വർഷത്തെ ഫീസ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഇന്നത്തെ കണക്ക് വെച്ചിട്ട് ഏകദേശം 3,70,000 രൂപ. ഇത് നമുക്ക് സെമസ്റ്റർ ബേസ് ആയിട്ട് അടക്കാൻ പറ്റും. അതായത് 1,850 യൂറോ ഒരു സെമസ്റ്ററിലും അടുത്ത സെമസ്റ്ററിൽ 1,850 ആയിട്ട് അടക്കാൻ പറ്റും. അതായത് ഏകദേശം 1,80,000 അല്ലെങ്കിൽ 85,000 രൂപന്റെ അടുത്ത് ഒരു സെമസ്റ്ററിലും അടുത്ത സെമസ്റ്ററിലും ബാക്കിയും അടക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് ഇയർലി റിക്കറിംഗ് ആയിട്ട് ഓരോ വർഷവും വരുന്ന എക്സ്പെൻസ് എന്താ വെച്ചാൽ ഒന്ന് ഫുഡ് ആൻഡ് അക്കോമഡേഷനും, രണ്ടാമത്തത് നമ്മുടെ വിസ ആൻഡ് ഇൻഷുറൻസും ആണ്. ഇതിൽ വിസ ആൻഡ് ഇൻഷുറൻസ്, വിസ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബൾഗേറിയൻ ഐഡി ആണ്. ഇത് റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കാനും എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു 150 യൂറോന്റെ അടുത്ത് ഓരോ വർഷവും ഉണ്ടാവും. അതായത് ഏകദേശം 15,000 രൂപേന്റെ അടുത്ത്. ശരിക്കും നമ്മുടെ ബൾഗേറിയൻ ഐ ഡി എക്സ്പയർ ആവുന്നതിന്റെ 1 മന്ത് മുന്നേ നമ്മളത് റിന്യൂ ചെയ്ത് പുതിയ ഐ ഡി എടുത്തിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആണ്. ഇതിൽ അക്കോമഡേഷൻ നമ്മൾ സാധാരണ കുട്ടികൾ നിൽക്കാറുള്ളത് പ്ലവനിലെ അപ്പാർട്ട്മെന്റിലാണ്. 2-3 പേര് ഷെയർ ചെയ്തിട്ട് അപ്പാർട്ട്മെന്റിലാണ്. അപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാം. അതല്ലാതെ ശരിക്കും പ്ലവൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലവനിലെ ഹോസ്റ്റലിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് കിച്ചണും
കാര്യങ്ങളൊന്നുമില്ല. സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത് ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ട് അതുപോലെ തന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിയിട്ട് റൂമിൽ തന്നെ കുക്ക് ചെയ്യാറാണ് ചെയ്യാറുള്ളത്. നമ്മുടെ റൂമിൽ ഇന്ത്യൻസ് തന്നെയാണ് നമ്മുടെ റൂംമേറ്റ്സ് എങ്കിലാണ് ഇത് പറ്റുള്ളൂ. മറ്റുള്ള രാജ്യക്കാരാണെങ്കിൽ അവർക്ക് സ്മെല്ലും കാര്യങ്ങളും പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇത് ഹോസ്റ്റൽ പെർമിറ്റ് ചെയ്യുന്നതല്ല, കുട്ടികൾ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഹോസ്റ്റൽ ഏകദേശം 70 ലെവിന്റെ അടുത്ത്, ഏകദേശം 35 യൂറോന്റെ അടുത്തേ ഉള്ളൂ. അതായത് 3500 രൂപ നാട്ടിൽ വരുന്നുള്ളൂ. അതിലെന്താന്ന് വെച്ചാൽ നമുക്ക് ബെഡ് ഉണ്ടാവും, കോട്ട് ഉണ്ടാവും, വാർഡ്രോപ്പ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ വൈഫൈ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ ലിവിംഗ് എക്സ്പെൻസ് ചുരുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് വളരെ കുറഞ്ഞ ലിവിംഗ് എക്സ്പെൻസിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ കുക്കിങ്ങിനുള്ള ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഹോസ്റ്റലിൽ ലോണ്ടറി സാധാരണ ഫ്രീ അല്ല. ലോണ്ടറി മെഷീൻ, അതായത് വാഷിംഗ് മെഷീൻ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ 6 ലെവോ കൊടുക്കണം. അതായത് 3 യൂറോ, അതായത് നാട്ടിൽ ഏകദേശം ഒരു 300 രൂപന്റെ അടുത്ത്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാഴ്ചയൊക്കെ ഡ്രസ്സുകൾ ഒരാഴ്ചത്തെ ഡ്രസ്സുകൾ എടുത്തിട്ട് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് അലക്കാണ് ചെയ്യാറുള്ളത്. ഹോസ്റ്റൽ 3 ഷെയറിംഗ് റൂമുകളാണ് എല്ലാം ഉണ്ടാവുക. അതായത് ഡോർമെറ്ററി ടൈപ്പ് ഒന്നുമല്ല, ബെഡ് ഇങ്ങനെ 3 ഭാഗത്തേക്കായിട്ട് ഇട്ടിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. ശരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യൻ സ്റ്റുഡൻസ് പ്ലവന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന വളരെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എല്ലാവരും അപ്പാർട്ട്മെന്റുകളിലാണ് സ്റ്റേ ചെയ്യാറുള്ളത്. അപ്പാർട്ട്മെന്റിൽ സാധാരണ 2 BHK അപ്പാർട്ട്മെന്റിലാണെങ്കിൽ 2 പേരെയാണ് അലോ ചെയ്യുക. അതായത് ഒരു റൂമിൽ ഒരാൾ എന്നുള്ള രീതിയിൽ. 3 BHK അപ്പാർട്ട്മെന്റിലാണെങ്കിൽ 3 പേര്, ഒരു റൂമിൽ ഒരാൾ എന്ന രീതിയിലാണ് സാധാരണ അലോ ചെയ്യാറുള്ളത്. യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെ കുട്ടികൾ അപ്പാർട്ട്മെന്റ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഈ പ്ലവൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സിറ്റി ഒന്നുമല്ല, ഒരു കുഞ്ഞു സിറ്റിയാണ്. അതായത് പ്ലവൻ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് നടക്കാൻ ഏകദേശം 30 മിനിറ്റ് എടുക്കുള്ളൂ. നമ്മൾ ഈ മാളിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ, അതുപോലെ തന്നെ പ്ലവൻ സെന്ററിലേക്കൊക്കെ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിന്റെ വലിയ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നടക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ. ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഏകദേശം ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ് കുട്ടികൾ എല്ലാവരും അപ്പാർട്ട്മെന്റ് എടുക്കാറുള്ളത്. അപ്പാർട്ട്മെന്റിന് ഏകദേശം ഒരു 300 to 350 ലെവ, അതായത് ഏകദേശം ഒരു 150 to 175 യൂറോന്റെ അടുത്താണ് വരാറുള്ളത്. ഇപ്പൊ കുറച്ച് ദൂരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 125 യൂറോനൊക്കെ കിട്ടുന്ന അപ്പാർട്ട്മെന്റുകളുണ്ട്. ഇത് ഡിപ്പെൻസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ്, ലൊക്കേഷന്, അതേപോലെ തന്നെ എടുക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റി, അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റ് പുതിയതാണെങ്കിൽ റെന്റ് കൂടും, പഴയതാണെങ്കിൽ റെന്റ് കുറയും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡഡ് ആണ്. ഞാൻ ഏകദേശം എന്ന് പറഞ്ഞാണ് ഏകദേശം ഒരു 150 to 175 യൂറോന്റെ ഉള്ളിലാണ് അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഇനി ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലവനിൽ ശരിക്കും ഇപ്പോൾ ഒരൊറ്റ ഇന്ത്യൻ ഹോട്ടലുള്ള ഒരു താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഹോട്ടൽ ഉണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് കുട്ടികൾ പൊതുവെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കഴിക്കാറുള്ളത്. എന്നാലും അത് വളരെ വളരെ റെയർ ആണ്. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. ഈ താജ്മഹൽ ഹോട്ടലിൽ അവർ മെസ്സ് കൊടുക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 200 യൂറോന്റെ അടുത്താണ് ഒരു മാസത്തേക്ക്, ഏകദേശം 20,000 രൂപന്റെ അടുത്തൊക്കെ വരൂലേ. അതായത് വളരെ എക്സ്പെൻസീവ് ആണ് മെസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോലും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കുട്ടികളും സെൽഫ് കുക്കിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കോഫ്ലൻഡ്, അതുപോലെ തന്നെ ലിഡിൽ പോലുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നമുക്ക് പച്ചക്കറിയും അതുപോലെ തന്നെ ചിക്കനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇപ്പൊ കോഫ്ലൻഡിൽ ഹലാൽ ചിക്കൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഹലാൽ കഴിക്കേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതുപോലെയുള്ള മീറ്റുകളും കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. പച്ചക്കറിയും അതുപോലെ തന്നെ റൈസും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇത് വാങ്ങിയിട്ട് എല്ലാ കുട്ടികളും സെൽഫ് കുക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീച്ചിട്ട് 2 നേരത്തേക്കാളും 3 നേരത്തേക്കാളും ഒന്നിച്ച് കുക്ക് ചെയ്ത് വെക്കും. അത് കഴിക്കാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി സാധനങ്ങളുടെ ഒരു വില നോക്കുന്ന സമയത്ത് പ്ലവനിൽ ഏകദേശം ഒരു മുട്ടക്ക് ഇന്ത്യൻ റുപ്പീസിൽ 20 രൂപ വരും. പിന്നെ ചിക്കൻ നോക്കുന്ന സമയത്ത് ഏകദേശം 4 ലവയുള്ളൂ. 4 ലവ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 220 രൂപന്റെ അടുത്ത്. അതായത് നാട്ടിൽ ഏകദേശം റേറ്റ് തന്നെ ചിക്കന് വരുന്നുള്ളൂ. ഇനി തക്കാളി നോക്കുകയാണെങ്കിൽ തക്കാളി 1 കിലോന് 5 ലവ ഉണ്ട്. അതായത് ഏകദേശം 250 രൂപ. ചിക്കനേക്കാളും വിലയാണ് തക്കാളി. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ പ്ലവനിൽ ശരിക്കും 2 ഷോപ്പിംഗ് മാളുകളാണുള്ളത്. ഒന്ന് പനോരമ മാളും രണ്ടാമത്തെ സെൻട്രൽ മാളും. ഇത് രണ്ടും ഭയങ്കര വലിയ മാളുകളൊന്നുമല്ല, കുഞ്ഞു മാളുകളാണ്. പക്ഷെ അവിടെ KFC ഉണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ കുറെ ചെയിനുകളുണ്ട്. അപ്പോ സാധാരണ കുട്ടികൾ പുറത്തുനിന്ന് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടേക്കുന്നത് ഈ KFC എന്നൊക്കെ കഴിക്കുന്നതാണ്. രണ്ടാമത്തെ ഈ സെൻട്രൽ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ ഈ പ്ലവന്റെ ഒരു സെൻട്രൽ ഭാഗം. അപ്പോ ഇവിടെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ബർഗറും അതേപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ ഷവർമ പോലുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ഈ ഷവർമയാണ് കൂടുതലും കുട്ടികൾ കഴിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഷവർമ കിട്ടും. അത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്. ഈ നമ്മൾ പ്ലവനിലെ ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നടന്ന് തന്നെ എല്ലാവർക്കും ഇപ്പം പ്ലവൻ സെന്ററിലേക്ക് ഏകദേശം യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ഒരു 20-30 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പനോരമ മാളിലേക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഏകദേശം പ്ലവൻ സിറ്റി തന്നെ ഒരു 30 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. എന്നാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കാറുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. ഇതിന് സ്റ്റുഡന്റ് കാർഡ് ഉണ്ട്. കാരണം ദൂരത്തേക്ക് അപ്പാർട്ട്മെന്റ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ബസ്സിലാണ് വരാറുള്ളത്. അപ്പോൾ ഇതിന് സ്റ്റുഡന്റ് കാർഡ് ഉണ്ട്. ഏകദേശം 700 to 750 രൂപ, അതായത് 7 to 7 യൂറോന്റെ അടുത്താണ് ഈ ഒരു സ്റ്റുഡന്റ് കാർഡിന് ഉണ്ടാവുക. അപ്പൊ ഇത് മന്ത്ലി നമുക്ക് റീചാർജ് ചെയ്താൽ മതിയാവും. റീചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ബസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലവനിൽ ബസ് വെൽ കണക്റ്റഡ് ആണ്, മെട്രോയും ട്രാമും ഇല്ലാന്നുള്ളൂ. ഭൂരിഭാഗം കുട്ടികളും യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെ അപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്. ഈ ബസ് കാർഡ് എടുക്കുന്നത് ദൂരത്തിൽ അപ്പാർട്ട്മെന്റ് എടുക്കുന്ന കുട്ടികൾ മാത്രമായിട്ടാണ് കണ്ടേക്കുന്നത്. ഇൻ കേസ് നമുക്ക് ബസ് കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ബസ് കയറിയിട്ട് കണ്ടക്ടർ ഉണ്ടാവും, അവരുടെ ആ ഒരു 1 ടൈം ടിക്കറ്റ് എടുത്താലും മതിയാവും. ഇനി പ്ലവനിലെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് പ്ലവന് സാധാരണ യൂറോപ്യൻ കൺട്രീസ് പോലെ തന്നെയാണ്. വിന്ററിന്റെ സമയത്ത് ഏകദേശം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഏകദേശം വിന്റർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ജൂൺ, ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് സമ്മർ ആയിരിക്കും. സമ്മറിൽ നല്ല ചൂടായിരിക്കും. വിന്ററിൽ ഏകദേശം
ഏകദേശം ഒരു -1 -2 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ്, പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്ത്, ബൂട്ട്സ് ഇതൊക്കെ ഇട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബസ്സുകളും അതേപോലെ തന്നെ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റിയും എല്ലാം ഹീറ്റഡ് ആയിരിക്കും, അപ്പാർട്ട്മെന്റ് എല്ലാം ഹീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സമ്മറിന്റെ സമയത്ത് ഭൂരിഭാഗം കുട്ടികൾ നമ്മളെ വെക്കേഷൻ സമയമാണ്. ആ വെക്കേഷന്റെ സമയത്ത് ഭൂരിഭാഗം കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരും. അതല്ലെങ്കിൽ കുട്ടികൾ സമ്മറിന്റെ സമയത്ത് പ്ലവനിൽ സോഫിയ ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ പാർട്ട് ടൈം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലവനിലുള്ള പാർട്ട് ടൈമിന്റെ കാര്യം നോക്കുന്ന സമയത്ത് പ്ലവൻ ഒരു ചെറിയ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ ഞാനവിടെ പോയ സമയത്ത് കുറെ കുട്ടികൾ നഴ്സിംഗിന്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പാർട്ട് ടൈം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പ്ലവനിലേക്ക് വന്നത്. പക്ഷെ പ്ലവനിൽ എത്തിയപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നത് ഇവിടെ പാർട്ട് ടൈം ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് കിട്ടൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ഉദ്ദേശിച്ച് പ്ലവനിലേക്ക് ആരും പോകണ്ട. പക്ഷെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി നല്ലതാണ്. പഠിക്കാൻ മാത്രമായിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് ബെറ്റർ ആണ്. പിന്നെ ലിവിംഗ് എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പാർട്ട്മെന്റിന്റെ ഏകദേശം 150 യൂറോ ആണ്. പ്ലസ് ഒരു 100 യൂറോ അതർ എക്സ്പെൻസ് കൂട്ടി കഴിഞ്ഞാൽ 250 to 300 യൂറോ ആണ് മാക്സിമം നമുക്കവിടെ ലിവിംഗ് എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇനിയിപ്പോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 200 to 250 യൂറോ വരുള്ളൂ. അതായത് ഏകദേശം 250 യൂറോ കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു വർഷത്തേക്ക് 2500 യൂറോ, ഏകദേശം 2.5 ലക്ഷം രൂപ. അത് 4 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപ ലിവിംഗ് എക്സ്പെൻസ്. അതേപോലെ തന്നെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 3500 യൂറോ ആണെന്നുള്ളത്. അപ്പൊ അത് ഏകദേശം 4 വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് 14,000 യൂറോ വരും, ഏകദേശം ഒരു 14-15 ലക്ഷം രൂപ. അപ്പോൾ 15 ലക്ഷം രൂപ ഫീസ് പ്ലസ് ഈ ലിവിംഗ് എക്സ്പെൻസ് 10 ലക്ഷം കൂടി കഴിഞ്ഞാൽ 25 ലക്ഷം. 25 ലക്ഷം രൂപ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലവൻ നല്ല ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ ഈ ലിവിംഗ് എക്സ്പെൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 2500 യൂറോ ആണ് ഒരു വർഷത്തെ ലിവിംഗ് എക്സ്പെൻസ് ഏകദേശം വരിക. ഈ ലിവിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് 2 മാസത്തെ വെക്കേഷൻ ഉണ്ട്. ഈ വെക്കേഷന്റെ സമയത്ത് നിങ്ങൾ ബൾഗേറിയയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ 2 മാസം നിങ്ങൾക്ക് സോഫിയയിൽ പോയി നിന്ന് സോഫിയയിൽ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് 1000 യൂറോന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. 2 മാസം കൊണ്ട് 2000 അല്ലെങ്കിൽ 2500 യൂറോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതല്ലാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഭാഷ അറിയാം, പ്രോപ്പർ ആയിട്ടുള്ള നഴ്സിംഗ് പ്രൊസീജിയർ അറിയാമെങ്കിൽ നമുക്ക് പ്ലവനിലുള്ള ഹോസ്പിറ്റലിലൊക്കെ അസിസ്റ്റന്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് സാലറി പ്രയാസമാണ്, കാരണം പ്ലവനിലായതുകൊണ്ട്. ഇതേ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു പ്രൊസീജിയർ അറിയാവുന്നുണ്ട്, വെക്കേഷന്റെ സമയത്ത് നിങ്ങൾക്ക് സോഫിയയിലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടും പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ തന്നെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പിന്നെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ പഠിക്കുന്നത് നഴ്സിംഗ് കോഴ്സ് ആണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഓറിയന്റഡ് കോഴ്സ് ആണ്. കൂടുതലും ക്ലിനിക്കൽസ് ആണ്, നമുക്ക് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻസുമായിട്ടും ഡോക്ടേഴ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് ബൾഗേറിയയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബൾഗേറിയൻ ലാംഗ്വേജ് പഠിക്കൽ നിർബന്ധമാണ്. ബൾഗേറിയൻ ലാംഗ്വേജ് പഠിക്കാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബൾഗേറിയയിൽ വർക്ക് ചെയ്യാനും പറ്റൂല, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലിനിക്കൽസും കിട്ടൂല. അതുകൊണ്ട് നഴ്സിംഗിന് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഭാഷ പഠിക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ. ഇത് നമ്മൾ ബൾഗേറിയ പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ പഠിക്കാണ്, കർണാടകയിലാണ് പഠിക്കുന്നത്, അവിടെ നിൽക്കുന്ന ലോക്കൽസിന് ഭൂരിഭാഗവും അറിയാവുന്നത് കന്നഡ ലാംഗ്വേജ് ആണ്. അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നഴ്സിംഗ് ക്ലിനിക്കൽസ് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കന്നഡ പഠിച്ചേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ബൾഗേറിയയിൽ പഠിക്കുന്നതും. ഇനി നമുക്ക് പറയാനുള്ള ഒരു സെക്ഷനാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് നമുക്ക് ശരിക്കും ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്ത് പറയാം. ശരിക്കും ഇന്ത്യയിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപ ഫീസ് ഉണ്ടാവും. പ്ലസ് ഏത് സിറ്റി, ഇപ്പൊ ബാംഗ്ലൂർ ആയിക്കോട്ടെ, കോയമ്പത്തൂർ ആയിക്കോട്ടെ, ഞാൻ കേരളത്തിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ബാക്കിയുള്ള കോളേജുകളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 10,000 രൂപ നമുക്ക് ഒരു മാസം എക്സ്പെൻസ് ഉണ്ടാവും. ഏകദേശം ഒരു വർഷത്തേക്ക് ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് 1 ലക്ഷം രൂപ, 10 മാസം നമ്മൾ എടുക്കണം, 1 ലക്ഷം രൂപ വന്നു. അതായത് 4 വർഷം പഠിക്കണം, 4 ലക്ഷം രൂപ. അപ്പോൾ ഫീസ് നോക്കുമ്പോൾ 2 ലക്ഷം വെച്ച് 4 വർഷത്തേക്ക് 8 ലക്ഷവും അതുപോലെ തന്നെ ലിവിംഗ് എക്സ്പെൻസ് 4 ലക്ഷവും വന്ന് ടോട്ടൽ 12 ലക്ഷം രൂപ നമ്മൾ ചെലവാക്കണം ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ. ഈ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജോലി കിട്ടുന്നത് ബാംഗ്ലൂർ ആയിരിക്കും. അപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ തന്നെ നമുക്ക് ബെസ്റ്റ് സാലറി എന്ന് പറയുന്നത് മാക്സിമം ഒരു ഫ്രഷർക്ക് 25,000 to 30,000 ആയിരിക്കും. നമുക്ക് ഏറ്റവും കുറഞ്ഞ സാലറി 25,000 എടുക്കാം. 25,000 സാലറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 10,000 എന്തായാലും അവിടുത്തെ ലിവിംഗ് എക്സ്പെൻസ് പോലോ, ബാക്കി 15,000 രൂപയിൽ ഒരു മാസം ബാക്കി വെക്കാൻ ഉണ്ടാവുക. അപ്പോൾ ഈ ചെലവാക്കിയ 12 ലക്ഷം ഡിവൈഡഡ് ബൈ ഈ 15,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 81 മാസം എടുക്കും നമുക്ക് ഈ ചെലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇത് നമ്മൾ പ്ലവനിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 3,500 യൂറോ ആണ് ഫീസ്. 4 വർഷത്തേക്ക് 14,000 യൂറോ ആയി, അതായത് ഏകദേശം 15 ലക്ഷം രൂപയായി. ലിവിംഗ് എക്സ്പെൻസ് ഏകദേശം ഒരു വർഷത്തേക്ക് 2,500 യൂറോ ആണ്, 4 വർഷത്തേക്ക് 10,000 യൂറോ ആയി, ഏകദേശം അതും ഒരു 10 ലക്ഷം രൂപേന്റെ അടുത്ത് വന്നു. അപ്പോൾ 15ഉം 10ഉം ഏകദേശം 25 ലക്ഷം രൂപ നമ്മൾ ചെലവാക്കണം പ്ലവനിൽ നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ. എന്നാൽ പ്ലവനിൽ പഠിച്ചിറങ്ങി ബൾഗേറിയയിൽ തന്നെ ഒരു നഴ്സ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാലറി 1,200 to 1,800 യൂറോ ആണ് ഇനീഷ്യലി ഉണ്ടാവുക, അതായത് ഫ്രഷർ ആയിട്ട്. അപ്പോൾ 1,200 യൂറോ സാലറി കിട്ടിയിട്ട് നമുക്ക് ലിവിംഗ് എക്സ്പെൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ സോഫിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്, സോഫിയയിൽ ക്യാപിറ്റലിലാണെങ്കിൽ തന്നെ 50,000 രൂപയാണ് നമുക്ക് ലിവിംഗ് എക്സ്പെൻസ്. അതായത് 1,200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,30,000 രൂപയെ അതിൽ നിന്ന് ലിവിംഗ് എക്സ്പെൻസ് 50,000 പോയി കഴിഞ്ഞാൽ 80,000 രൂപയാണ് നമുക്ക് ബാക്കി കിട്ടുന്നത്. അതായത് 25 ലക്ഷം ഡിവൈഡഡ് ബൈ 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31, അതായത് 31 മാസം കൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടും. അതായത് ഇന്ത്യയിൽ നമ്മൾ 12 ലക്ഷം ചെലവാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് 80 മാസം കൊണ്ടാണെങ്കിൽ, യൂറോപ്പിൽ നമ്മൾ 25 ലക്ഷം ചെലവാക്കിയാലും അതൊരു 31 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അത് മാത്രമല്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നത് യൂറോ
യൂറോപ്പിൽ തന്നെയാണ് ബൾഗേരിയയിൽ പഠിക്കുന്ന സമയത്ത്. അതായത് യൂറോപ്പിൽ ഏകദേശം ഒരു 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഏകദേശം 2000 മുതൽ 2500 യൂറോ വരെ സാലറി ഉണ്ട്. അതായത് 2 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ ഈ സാലറിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ 5 കൊല്ലം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പോലും മാക്സിമം കിട്ടാവുന്ന 40-45,000 രൂപയാണ്. അപ്പൊ ഈ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് നിങ്ങൾ എന്തായാലും കമ്പയർ ചെയ്യണം ഇവിടെ. ഇനി നമുക്ക് പറയാനുള്ളത് കരിയർ ഓപ്ഷൻസ് ആണ്. ബൾഗേരിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾഗേരിയയിൽ തന്നെ പഠിച്ചതിന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടത് ബൾഗേരിയൻ ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഇയർ മുതൽ ബൾഗേരിയൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ബൾഗേരിയൻ ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബൾഗേരിയ പഠിച്ച് ബൾഗേരിയയിൽ തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോഫിയ യൂണിവേഴ്സിറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നേഴ്സുമാർ ബൾഗേരിയയിൽ വളരെ കുറവാണ്, ഒരുപാട് നേഴ്സിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ബൾഗേരിയയിൽ പഠിച്ച് ബൾഗേരിയയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഷർ നേഴ്സായിട്ട് കയറുമ്പോൾ 1200 to 1800 യൂറോ ആണ് നമുക്ക് സാലറി ഉണ്ടാവും. നമ്മളെ കഴിവിനനുസരിച്ച് അത് നമുക്ക് എത്രയും കിട്ടാം. നമ്മുടെ ഭാഷക്കനുസരിച്ച് അത് ചേഞ്ച് വരാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ബൾഗേരിയയിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലൈസൻസ് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഭാഷ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൾഗേരിയ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബൾഗേരിയയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 മാസം അവിടെ ജോബ് സീക്കർ വിസ കിട്ടും. അതായത് ഈ 9 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പെർമനന്റ് റെസിഡൻസ് എടുത്താൽ മതിയാവും. ഈ 9 മാസം കൊണ്ട് നമുക്ക് ബൾഗേരിയയിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ അതർ കൺട്രീസിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് സീക്ക് ചെയ്യാൻ പറ്റും. ഇത് ബൾഗേരിയയിൽ പഠിക്കുന്നതിനുള്ള വലിയ ബെനിഫിറ്റ് ആണ്. കാരണം 9 മാസത്തെ സ്റ്റേ ബാക്ക് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ അതർ കൺട്രീസിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി ഇതുപോലുള്ള കൺട്രികളിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതലേ അതിന് വേണ്ടിയിട്ടും ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ബൾഗേറിയൻ ലാംഗ്വേജ് നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ കൂടെ ജർമ്മൻ ആണ് ജർമ്മൻ, ഇറ്റാലിയൻ ആണ് ഇറ്റാലിയൻ, ആ ഭാഷ പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 മാസം ജോബ് സീക്കർ വിസ എടുക്കാം. അതെടുത്തിട്ട് ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിൽ ജോബ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രോപ്പർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ജർമ്മനിയുടെ നഴ്സിംഗ് റെക്കഗ്നൈസേഷൻ പ്രോസസ് ഉണ്ടാവും, നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ടാവും. ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പഠിച്ചുകൊണ്ട് അത് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോബ് അവിടെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട് ഇന്ത്യ ആണല്ലോ. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സാലറിയും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. കാരണം INCയുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ റിക്വയർമെന്റ് പ്രകാരം നമ്മൾ പുറത്ത് പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച രാജ്യങ്ങളിലുള്ള കോഴ്സും ഇന്ത്യയിലുള്ള നഴ്സിംഗ് കോഴ്സും ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതേപോലെ ഇന്ത്യയിൽ കൊടുക്കുന്ന അത്രയും ക്ലിനിക്കൽ അവേഴ്സ് നമ്മൾ ആ രാജ്യത്ത് ക്ലിനിക്കൽസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയുടെ അത്ര തന്നെ ക്ലിനിക്കൽ അവേഴ്സ് ബൾഗേരിയയിലുണ്ട്. ഇനിയിപ്പം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ക്ലിനിക്കൽ അവേഴ്സ് കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്താൽ മതിയാവും. ഈ ഒരു പ്രോസസിന്റെ പേരാണ് ഇക്വലൻസി. ഈ ഇക്വലൻസി പ്രോസസിന്റെ സമയത്ത് INC ഓരോ ഫയലുകളും ഓരോ കുട്ടികളുടെ ഡോക്യുമെന്റുകളും ഇൻഡിവിജ്വലി ആണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഓരോ കുട്ടിക്കും അവർക്ക് ഒരു എക്സാം നടത്തണോ, അതോ ഒരു ഓറൽ ഇന്റർവ്യൂ നടത്തണോ, അതോ ഇതൊന്നും വേണ്ട ഡയറക്റ്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് INC ആണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പം കേസ് ബൈ കേസ്, സ്റ്റുഡന്റ് ബൈ സ്റ്റുഡന്റ് അവർ ചിലപ്പം എക്സാം നടത്തിയേക്കാം, ചിലപ്പോൾ ഓറൽ ഇന്റർവ്യൂ നടത്തേക്കാം, ചിലപ്പം ഡയറക്റ്റ് രജിസ്ട്രേഷൻ തന്നേക്കാം. ഇതാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രൊസീജിയർ. ഇനി നമ്മൾ യൂറോപ്പിൽ പഠിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് കൺട്രീസിന് അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് നമ്മൾ അവരുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബൾഗേരിയയിൽ പഠിച്ചിട്ട് ബൾഗേരിയയിൽ തന്നെ വർക്ക് ചെയ്യുക, 1-2 വർഷം വർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ദുബായിലേക്കാണ് പോകുന്നതെങ്കിൽ DH എക്സാം എഴുതി ദുബായിലേക്ക് പോകാം. അതല്ലെങ്കിൽ അതർ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്കാണെങ്കിൽ അവരുടെ നഴ്സിംഗ് കൗൺസിലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് അതോറിറ്റിന്റെ എക്സാം എഴുതി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ US-ലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ US-ന് NCLEX-R എന്ന് പറഞ്ഞ എക്സാം ആണുള്ളത്. NCLEX-R നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് ആ സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ എടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ UK-ലേക്കാണ് പോകുന്നതെങ്കിൽ UK-യുടെ NMC അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന് ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NMC-യുടെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം UK-ൽ ഒരു ജോലി കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ സമയത്തെല്ലാം യൂറോപ്യൻ യൂണിയന്റെ മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും UK-ലേക്കാണെങ്കിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച് ബൾഗേരിയയിൽ തന്നെ 1, 2, 3 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയന്റെ രാജ്യത്താണ്, ഒരു ശെങ്കൻ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് സെയിം ക്ലൈമറ്റ് ആണ്, അതുപോലെ തന്നെ സെയിം ട്രോപ്പിക്കൽ ഡിസീസസ് ആണ്. അതായത് ഏകദേശം ഡിസീസസ് സ്പെക്ട്രവും അതേപോലെ തന്നെ ഈ മെഡിക്കലിന്റെ സിസ്റ്റവും ഈ മെഡിസിന്റെ സിസ്റ്റവും ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്തു, ഈ മെഡിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ ഈ ട്രോപ്പിക്കൽ ഡിസീസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇത് യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന സമയത്തും UK-ലേക്ക് പോകുന്ന സമയത്തും എല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലവൻ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന നഴ്സിംഗിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് മാത്രമല്ല നഴ്സിംഗ് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.